Comedy Masters and we are back again. Before we start, നമുക്ക് നമ്മുടെ കോമഡിയുടെ രാജാക്കന്മാരെ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യാം. I welcome Nadika, Johnny Chetan and Dharman Chetan on the stage. Hi. Welcome to Comedy Masters. ഇപ്പൊ കുറച്ച് ദിവസമായപ്പോ ഈ ഗസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് മാറിയിട്ട് നമുക്കൊരു ഫാമിലി ഫീലിംഗ് വന്നു തുടങ്ങി ഇല്ലേ? ഞാൻ ഗസ്റ്റ് അല്ലേ? ഞാൻ എന്നാലും ഗസ്റ്റ് ആണ്, എനിക്കത് പറ്റില്ല. ഇപ്പോ നിങ്ങളുടെ ലൈഫിൽ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ചിരിച്ച ഒരു മൊമെന്റ്, പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും? ഒരുപാട് മൂമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചില സിനിമ എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാനൊരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ CD മൂസ എന്ന് പറഞ്ഞ സിനിമ, അത് സംവിധാനം ചെയ്യുമ്പോൾ അതിനകത്തൊരു ഡയലോഗ് പെട്ടെന്ന് ഉണ്ടായതാണ്. ദിലീപ് താഴെ ഒരു പട്ടിയായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ജയചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറയും, മോൻ പട്ടിയുടെ കളി വിവരം അറിയും എന്ന് ഉണ്ണിയേട്ടനോട് പറയും. അപ്പൊ ഉണ്ണിയേട്ടന്റെ മരുമോനാണ് അമ്പിളിച്ചേട്ടൻ. അപ്പൊ ഉണ്ണിയേട്ടൻ പറയും, ഇത് തന്നെ ഞാൻ എൻ്റെ മോളോടും പറയാറ്. അപ്പൊ നമ്മളവർക്ക് അവിടെ കൊണ്ട് തീർന്നെന്ന് വിചാരിക്കും. നല്ല ചിരിയാ. അതിന് അമ്പിളിച്ചേട്ടൻ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരുമാതിരി ഗ്യാസ് പോകുന്നില്ല. ആ റിയാക്ഷൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ അമ്പിളിച്ചേട്ടൻ, അത് ഒരുപാട് പടങ്ങളിൽ അമ്പിളിച്ചേട്ടൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരുപാട് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ജോണിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തന്നാണ്. അങ്ങനത്തെ ആ ഒരു ശരിക്കും അദ്ദേഹത്തോടുള്ള ഒരു ആദരവും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ജനവിഭാഗത്തെ ഇത്രയും ചിരിപ്പിച്ച ഒരു തമാശക്കാരനുണ്ടാവില്ല. അപ്പൊ അമ്പിളിച്ചേട്ടനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ട ചിരിയായിട്ട് തോന്നുന്ന ഒരു അതാ. കുറെ ഉണ്ട് അങ്ങനെ പറയാനിടയ്ക്ക്. പക്ഷെ എനിക്ക് വാട്സപ്പിൽ കണ്ടൊരു തമാശ ഞാൻ പറയാം. ഒരു വീട്ടിലേക്ക് ഒരു ബസ് ഇടിച്ച് കയറിയിട്ട് ഒരു വീടിന്റെ ഒരു വശം തന്നെ അങ്ങനെ പൊളിഞ്ഞു പോയി. ഈ ബസ്സിന്റെ പേരെന്ന് പറഞ്ഞാല് വലുതായിട്ട് എഴുതിയേക്കണേ SMS എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ടിപ്പിക്കൽ മുസ്ലിം കഥാപാത്രം ബെൽറ്റ് കൊടുത്തിട്ട് കള്ളി കൊണ്ട് കൊടുത്തിട്ട് ഉള്ള ഒരു ഇക്ക ഇങ്ങനെ എന്നിട്ട് പറയാ, സ്വന്തമായിട്ട് മൊബൈൽ പോലും ഇല്ലാത്ത എനിക്ക് ആരുടെ ഇത്ര വലിയ SMS കിട്ടി. അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ സുഹൃത്തുക്കള് തന്നിരിക്കുന്ന ചിരി തന്നെയാണ് ഏറ്റവും നല്ല ചിരികള്. പലപ്പോഴും അതൊന്നും ഒരിക്കലും സ്റ്റേജിൽ പറയാൻ പറ്റാത്ത അങ്ങനെയുള്ളൊരു കുഴപ്പം കൂടി ഉണ്ടാക്കി. ഇപ്പൊ ഇത്രയും പലതരം ചിരികളുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചിരി വെച്ചിട്ടൊരു നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് പോലെ, ഒരു വാമപ്പ് പോലെ നമുക്കൊരു ഗെയിം കളിച്ചിട്ട് നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് പോയാലോ? എന്താണ് അഭിപ്രായം? എന്തായാലും ഇവിടെ വന്നു പോയില്ലേ? അതെ, ഇനി ചിരിച്ചിട്ടോ. അപ്പൊ പ്ലീസ് ഐറ്റംസ് ഒക്കെ എനിക്കൊന്ന് കൊണ്ടുതരൂ. അപ്പൊ നമ്മള് ചിരിയുടെ കാര്യം പറഞ്ഞു. നാദിക്ക, ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എത്ര ടൈപ്പ് ഓഫ് ചിരി ഉണ്ടായിരിക്കും നാദിക്ക മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ? ഇവർ രണ്ടുപേരും അഭിനേതാക്കളായതിന്റെ പേരിൽ ഇവർക്ക് ഒരുപാട് ടൈപ്പ് ചിരികൾ ഇവരുടെ ഭാഗത്തുനിന്ന് വരും. അഭിനേതാവല്ലേ? എന്റെ കയ്യിൽ അഭിനയിക്കുകയൊക്കെ ചെയ്ത നമ്മൾ അഭിനേതാവും പുള്ളി സംവിധായകനുമായി മാറി. ഇതിനകത്ത് എന്തായാലും നമ്മളൊരു 16 തരം ചിരി. എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത് 16 തരം ചിരിയുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് ഇവരാ കണ്ടുപിടിച്ചത്. അതൊന്നും അറിയാം. 16 തരം ചിരി അല്ലേ? അപ്പൊ ധർമ്മൻ ചേട്ടൻ തുടങ്ങാം. ഓക്കെ, എടുത്തു വായിക്കുക. അതെന്ത് ടൈപ്പ് ഓഫ് ചിരിയാണ്? ചിരിച്ചു കാണിക്കുക. സുന്ദരച്ചിരി. സുന്ദരച്ചിരി. അയ്യോ, അതെങ്ങനെ ചിരിച്ചാ പോരെ? ഞാൻ വെറുതെ ചിരിച്ചാ പോരെ? സുന്ദരച്ചിരി എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ. എന്റെ അമ്മോ, നിസ്സാരമായിട്ട് ചിരിച്ചെടുത്തു. ഓക്കെ, വളരെ സുന്ദരമായിട്ടുള്ള ചിരി. താങ്ക് യു. അത് ഒലിപ്പിക്കൽ ചിരിയായി പോയി. ഐശ്വര്യമായിട്ട് പറഞ്ഞ പറ്റാവുന്ന ചിരിയായിരിക്കണേ. അട്ടഹാസ ചിരി. ഏതാണ്? കൗശലച്ചിരി. കൗശലച്ചിരി. ഒരു കുറുക്കന്റെ മുഖം പോലെ, നോട്ടം പോലെയൊക്കെ. സൂപ്പറാണ് കൗശലച്ചിരി. വെരി ഗുഡ്. കൊലച്ചിരിയാ അല്ല, ആഹ്ലാദച്ചിരി. എനിക്കൊരു കാര്യം സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കൗശലച്ചിരി എന്നൊരു ചിരി ചിരിക്കുന്നു. പിന്നെ സിനിമയിലും എനിക്ക് അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. ഇനിയിപ്പം ഞാൻ ചിലപ്പോ ഭായി അടുത്ത പടത്തിൽ തന്നെ കൗശലച്ചിരി ഇഷ്ടപ്പെട്ടു എന്നോർത്ത്
വിളിക്കും. ഇല്ല വിളിക്കില്ല, അത് ആ കൗശല ചിരി കണ്ടിട്ട് വിളിക്കും. എന്നിട്ട് നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് സിനിമയുടെ പബ്ലിസിറ്റിയിൽ പറയുകയും ചെയ്യും, ഇതിനകത്ത് ജോണി ആന്റണി കൗശല ചിരി അത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ സിനിമ കാണണം. അല്ല, ഇനിയാ ഒരു റൗണ്ട് കൂടെ പോകും നമ്മള്. യെസ്, ഒരു റൗണ്ട് കൂടെ ഉണ്ടോ? പിന്നെ ഇപ്പൊ എടുത്തതിന് ഒരൊറ്റ റൗണ്ടും കൂടെ ഉള്ളൂ, ഫിനിഷ്. ഉച്ചച്ചിരി. ആ എപ്പ വന്നെന്ന് ചോദിച്ചാ പോലെ പുച്ഛ. അത് നീ എന്നെ നോക്കണം എന്തിനാണ്? അത് കിട്ടാൻ വേണ്ടി, ഉച്ചം കിട്ടാൻ വേണ്ടി ശരിയാവുള്ളൂ. ആ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിട്ട്, ആ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി അവൻ എന്നെ നോക്കണം. സൂപ്പർ. യെസ്, ദൈവങ്ങളെ. എന്താ എന്താണ്? ഒടുവിൽ എനിക്കത് കിട്ടി. അല്ല എന്താന്ന് പറയും? അല്ല ഞങ്ങൾ കൊലച്ചിരി. കൊലച്ചിരി. ആ ദൈവമേ. ആ ചിരി ശരിക്ക് തോക്കും കൂടെ കൊടുക്കും. അത്രേ ഉള്ളൂ. അത് കൊലച്ചിരിയായില്ലട്ടാ. ഏയ് അത് ഗണ്ണ് വേണമായിരുന്നു, ഗണ്ണും കൂടെ വേണം. കണ്ണില്ല എന്ത് കൊലച്ചിരി. അങ്ങനെയൊക്കെയാണ് അല്ലൊരു വാഴക്കൊലയിലും കൈ വേണം. കൃത്രിമ ചിരി. ആ അയ്യോ, അത് എപ്പോഴും ചിരിക്കുന്നതല്ലേ? ഒരാള് സെൽഫി എടുക്കാൻ വരുമ്പോ ചിരിക്കണ ചിരി ആ എടുത്താ മതി. നീ ആ ഫോൺ എടുത്തിട്ട് സെൽഫി എടുത്ത് പോണില്ല. അപ്പൊ കാണിക്കാം. ആക്ഷൻ ദാ, ദാ. അയ്യ കറക്റ്റ്. ഓ പിന്നെ എനിക്ക് എങ്ങനെ ധർമ്മത്തിന് മുമ്പേ പുച്ചച്ചിരി കാണിച്ചില്ല. ആ. പുച്ഛം വന്നു, ചിരി വന്നില്ല. ശരിയല്ല. ആ, ഉച്ചമാണത്. പുച്ചച്ചിരി ഉണ്ടല്ലോ, ശരി. അതാണ്. ആ, ഒരു ചിരി കൂടെ കൊടുക്കണം. ആ, അതാണ്. ഇതിന് ഇവന്റെ ഫേസിലേക്ക് നോക്കിയപ്പോ പൂച്ചച്ചിരി ആയി പോയി. ഇനി മതി. വായിക്കണം. അല്ല വായിക്കണ്ടേ ഇനിയല്ല. ആ ഇനിയെല്ലാം വായിക്കണം. ആ. ഇതെല്ലാം എടുത്ത് നോട്ടെ. അല്ല അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ട്, ഉണ്ട്, ഉണ്ട്. നോക്കട്ടെ. 16 ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് എനിക്ക് ഇത് ശൃംഗാരച്ചിരി, പിന്നെന്താ ചമ്മിയ ചിരി. ചമ്മിയ ചിരി. ശൃംഗാരച്ചിരി, ചമ്മയച്ചിരി. ഇത് നല്ലതാട്ടോ. അത് അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ല, ആക്കിച്ചിരി. ആക്കിച്ചിരി. അട്ടഹാസം, പുഞ്ചിരി. പുഞ്ചിരി. ആ 16 ചിരി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. പിന്നെ പരിഹാസച്ചിരി, അത് തന്നെയാണ് ഈ പുച്ചച്ചിരി കേട്ടോ. അതന്നെ. ആ അതിന്റെ പുച്ചച്ചിരിയുടെ വേറൊരു ഫോമാണ്. ആ പുച്ചച്ചിരിയുടെ വേറൊരു പര്യായമാണ് ശബ്ദമില്ലാത്ത പൊട്ടിച്ചിരി. അതെങ്ങനെയത്? ആ അത് ഇത് തന്നെ. ആ, അതെ. അത് ഡബ് ചെയ്യണം. ആ മറ്റേ നമ്മൾ ഇതിൽ കാണുമ്പോ ഡബ് ചെയ്യണതിന് മുമ്പുള്ള അതെ. പിന്നെ പൊട്ടിച്ചിരി. പൊട്ടിച്ചിരി. പൊട്ടിച്ചിരി നേരത്തെ വന്നു പോയതാണല്ലോ. ശരി തന്നു. പോരെ പോരെ നാദിക്ക്, ഇല്ല ഇത്രയും ഇല്ല പോരെ ഇല്ല നാദിക്ക്. ഇല്ല ഇല്ല നാദിക്ക് പിടിച്ച പിടിയില് നിക്കണം. സങ്കടച്ചിരി. അയ്യോ അത് സങ്കടായി പോയില്ലേ. അത്ഭുതച്ചിരി. ആ പോരെ, ഇത്രയും പോരെ നാദിക്ക. നാളെ ബായി വരുമ്പോ നിങ്ങൾക്ക് തെറ്റി 6 ചിരിയോടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുള്ള ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിക്കും. അങ്ങനെ ഇനി ഒരാളും കൂടെ വേണമല്ലോ. അപ്പൊ നമ്മൾ പലതരം ചിരി നമ്മൾ അപ്പൊ ഇവിടെ വായിച്ചു. വന്നിട്ട് പുതിയൊരു പാഠം പഠിച്ചു. എന്താ പഠിച്ചേ? 16 ചിരി ഈ ലോകത്തുണ്ടെന്നുള്ളത് പഠിപ്പിച്ചത് ഈ ഫ്ലോറ. ഞങ്ങൾ ധന്യരായിരിക്കുന്നു, ഞങ്ങൾക്ക് അത് മതി, ഇനി വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ നമുക്കിനി ഹോട്ട് സീറ്റിലേക്ക് പോവാം. ഇനി ബാക്കി പല ചിരികൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കാണാനുണ്ട്. ഓക്കെ. ഇവിടെ നടക്കുന്ന പലതും കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുന്ന ചിരികൾ ഞങ്ങൾ കണ്ടോട്ടെ ജോണി ചേട്ടാ. അയ്യോ, തീർച്ചയായിട്ടും. റെഡി അല്ലേ? എന്തായാലും ഇതിനകത്ത് ഒരിക്കലും എന്നെ കൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യരുത്. കൊലച്ചിരിയും കൗശലച്ചിരിയും ഇനി ഞാനിവിടെ തരില്ല. ഇതോടെ തീർന്നു, തീർന്നു. ഇനി തരില്ല. ആ. അപ്പൊ നമുക്ക് കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്, തിരിച്ചു വരാം. നമസ്കാരം. എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ വിവാഹ വാർഷികമാണ്. അതാണ് ഞാനും ഭാര്യയും കൂടെ ഇങ്ങോട്ട് വന്നത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു, ആശംസകൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അല്ല വിവാഹ വാർഷികം എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ കാണാനില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. എവിടെ? ഏ, ഏ, പറഞ്ഞ പോലെ ഇത് അവളോടെ പോയി. എടി ബിന്ദുവേ, വന്ന് അയ്യോ നീ ഇവിടെ നമ്മുടെ കൂടെ എന്റെ കൂടെ ഒരുമിച്ച് വന്നാണ്. പറയുന്നേക്ക് എന്താ പറയാൻ? ഒന്നും പറയാനില്ല. പറയുന്നേക്ക് എന്താ പറയാനാ? നമ്മുടെ കഴിഞ്ഞ കുടുംബശ്രീയുടെ മീറ്റിങ്ങിനെ ആ. എല്ലാരും കൂടെ നല്ല അടിയായിരുന്നു. ഇപ്പൊ സുലുവിനെ കണ്ടപ്പോ അവളാ പറഞ്ഞത്. ഇതാ പരിപാടി. കുടുംബശ്രീയാണെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ നാട്ടിലുള്ള സ്ത്രീകളുടെ കൊതിയും നുണയും പറയലാണ് ഇവിടെ പരിപാടി. നിങ്ങളുടെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. രാവിലെ കുടുംബശ്രീ പോകും. എന്തിനാണ് പോകുന്നത്? അച്ചപ്പവും മുറുക്കും ഒക്കെ ഉണ്ടാക്കാനാണ് പോകുന്നത്. പക്ഷെ 10 പൈസ ആ വകയിൽ ഒരു വരുമാനം എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. എന്താ കാരണം?
ഇവളുമാര് പോയി ഇതൊന്നും അല്ല ചെയ്യുന്നത്. നാട്ടിലുള്ള ആളുകളുടെ എന്താ കൊതിയും നുണയും പറയാനാണ് ഇവളുമാര് പോകുന്നത്. മനസ്സിലായി? നിക്കൊന്ന് നിർത്താവോ? എന്താ കുഴപ്പം? നിങ്ങൾ വലിയ വർത്താനൊന്നും പറഞ്ഞു വേണ്ട. ആ എന്താ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി സാറേ. ആ, 10 വർഷമായി. ഈ 10 വർഷത്തിനിടയ്ക്ക് എവിടെ ചെന്നാലും എന്റെ കുറ്റവും കുറവും പറഞ്ഞിട്ട് ഇയാൾക്ക് എന്നെ കളിയാക്കല പരിപാടി. എന്നെ കളിയാക്കുന്നത് പോട്ടെ, ഞാൻ ഇയാളുടെ ഭാര്യയല്ലേ, അത് ഞാൻ ക്ഷമിച്ച്. പക്ഷെ എന്തെങ്കിലും ഒരു വിഷമ അവസ്ഥയിൽ ആര് വന്നാലും ഇയാൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ചുമ്മാ സാറേ, ഇതൊക്കെ ചുമ്മാ താന്നാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾ ഇങ്ങനെ കളിയാക്കുമ്പോഴുണ്ടല്ലോ ആ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ മുകേഷ് അംബാനിയെ കളിയാക്കാം. അയാളുടെ അവസ്ഥ എനിക്ക് വരട്ടെ. നോട്ട് കെട്ടിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങാമല്ലോ, അല്ല വില കൂടിയ കാറിൽ സഞ്ചരിക്കാമല്ലോ. അപ്പൊ ഞാൻ അയാളെ കളിയാക്കാം. അങ്ങനെ സംഭവിക്കും. മണ്ടത്തരം പറയല്ലേ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കുഴപ്പം? ഇത് നിങ്ങൾക്ക് ജന്മന കിട്ടിയ സ്വഭാവം അല്ല. പിന്നെ ഇത് നിങ്ങൾക്ക് ഷാപ്പിന്ന് കിട്ടിയതാ. ഷാപ്പ് സംസ്കാരം. ഏത് ഷാപ്പിന്ന്? ഞാൻ അതിന് കള്ളു കുടിക്കാത്ത ഞാൻ എങ്ങനെയാണ് ഷാപ്പിൽ പോകുന്നത്? ഏത് ഷാപ്പിലാ നിങ്ങൾ പോവാത്തത്? പറയുന്നത് കേട്ടോ സാറേ, കള്ളു കുടിക്കാത്ത ഞാൻ എന്തിനാണ് ഷാപ്പിൽ പോകുന്നത്? എന്തൊരു മണ്ടത്തരമാണ് നീ പറയുന്നത്. ഇന്നലെ നിങ്ങൾ ഏത് ഷാപ്പിലാ പോയത്? ഇന്നലെ ഏത് ഷാപ്പിൽ പോയി? ഞാനൊരു ഷാപ്പിലും പോയില്ല. അപ്പൊ തെക്കേതിലെ ഷാപ്പിൽ പോയത് ആരാ? ഏത് തെക്കേതിലെ ഷാപ്പിൽ പോയത്? തെക്കേതിലെ ഷാപ്പിൽ ഞാൻ എന്തിനു പോകണം? ധാരാ നിന്നോട് ഈ നുണയൊക്കെ പറഞ്ഞത്? ആരാ പറഞ്ഞെന്നാ? സതീശന്റെ മോൻ. സതീശന്റെ മോന്? ആ നാറിയോട് ഞാൻ ഒരു 100 തവണ പറഞ്ഞ വീട്ടിൽ പോയി പറയരുതെന്ന്. അവന് ഞാൻ ഒരു കവർ ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. എടി അതൊക്കെ നുണയാണ്, സത്യമാണ്. ഒരു നുണയല്ലേ രമേശ് ചേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും പിള്ള മനസ്സിൽ കള്ളമില്ല. പിള്ള മനസ്സിൽ കള്ളമില്ല. പിന്നെ നിന്റെ തങ്കപ്പിള്ള ഭൂലോക കള്ളനാണല്ലോ. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അച്ഛൻ നിങ്ങളോട് എന്ത് കളത്തിലാണ് കാണിച്ചത്? നിന്റെ അച്ഛൻ എന്നോട് എന്ത് ചെയ്തു? എടി പറഞ്ഞ സീതനെ ഇതുവരെ മുഴുവനായിട്ട് തരാൻ അയാൾക്ക് പറ്റിയോ? അയാൾ കള്ളനല്ലേ? ഓ, അപ്പൊ നിങ്ങൾ ഈ 10 വർഷമായിട്ട് ഇതൊന്നും വിട്ടില്ലേ? എങ്ങനെ വിടും? 1-2 രൂപയല്ലല്ലോ തരാനുള്ളൂ. പറഞ്ഞു പറ്റിക്കായിരുന്നു. സ്ത്രീധനം പറഞ്ഞത് ഇതുവരെ തീർത്ത് തന്നിട്ടില്ല. അതൊക്കെ തെറ്റാണ് കേട്ടോ. സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ പറയാനും പാടില്ല, കൊടുക്കാനും പാടില്ല, വാങ്ങിക്കാനും പാടില്ല. ഇതൊന്നും ഞാൻ പറച്ചിലേ ഉള്ളൂ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ സ്ത്രീധനം കണ്ടിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്? പിന്നെന്താണ്? എന്നെ ഇയാള് സ്ത്രീധനം കണ്ട് കല്യാണം കഴിച്ചു. ഞാൻ ഇയാളെ എന്ത് കണ്ടിട്ടാ കല്യാണം കഴിച്ചത്? എന്റെ ക്വാളിറ്റി, എന്റെ പേഴ്സണാലിറ്റി, എന്റെ ബോഡി ഷേപ്പ്, ഇതൊക്കെയാണ്. ഇത് ഞാനിതൊന്നും വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ. പോട്ടെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് കള്ളുകൂടി ഞാൻ ക്ഷമിക്കാം. ഇനി നിങ്ങൾ പണിക്ക് പോവാത്തത് ഞാൻ ക്ഷമിക്കാം. ഇപ്പൊ വേറെ സ്വഭാവം കൂടെ തുടങ്ങിയിട്ടുണ്ട് സാറേ. ചുമ്മാതാണ് സാറേ, പുറത്ത് പറയാൻ പറ്റത്തില്ല. നാണകെടുത്തുന്ന സ്വഭാവം തന്നെയാണ്. ബിന്ദു, ആൾക്കാരുടെ മുമ്പ് വെച്ച് കളിയാക്കരുത്. നിങ്ങൾ എന്റെ ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ പറയണ്ടേ നിങ്ങളുടെ സ്വഭാവം? എന്നെ കുറിച്ച് എന്ത് പറയാനാണ് നിനക്കുള്ളത്? ഇപ്പൊ പെണ്ണുങ്ങളെ നോക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് മോശപ്പെട്ടത്. ആര് പറഞ്ഞേ ഈ കള്ളത്തരമൊക്കെ നിന്നോട്? നിത, വിഷ്ണുപ്രിയ, ദീപ്തി, നിൻസി, രശ്മി, സൗമ്യ, ബിന്ദു, ശ്രീജ എല്ലാരും പറഞ്ഞ്. സാറേ, എന്റെ ബാബുവാനെ സാർ ഇത് കേൾക്കണം. ബാബുവാനല്ലേ ജൂനിയറിനെ? ഭാഗ്യം ബീനാന്റിനെ വിളിച്ചില്ലല്ലോ. എന്റെ ജോണി ആന്റണി സാർ ഇത് കേൾക്കണം. ഇത് ഡോക്ടർ പറഞ്ഞിട്ടാണ് സാർ ഞാൻ ഇത് ചെയ്തത്. ഡോക്ടർ എന്ത് പറഞ്ഞു? സാറേ, ഞാനൊരു 100 മീറ്റർ നടക്കുമ്പം എനിക്ക് വല്ലാത്ത കിതപ്പാണ്. ഒരു 100 മീറ്റർ ഓടിയാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഈ അവസ്ഥ വെച്ചിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നല്ലവണ്ണം ശരീരം നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കൃത്യം ചെയ്തത്. അല്ലാതെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല സത്യത്തിൽ. അല്ല, ലേഡീസിനെ നോക്കുന്നത് അപ്പൊ നിങ്ങളുടെ ശരീരം നോക്കാൻ പറഞ്ഞതിന് നിങ്ങൾ ലേഡീസ് നോക്കണത് എന്താണ്? അല്ല, ആരുടെ ശരീരത്തിൽ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നോക്കണമെന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് മറ്റു പെമ്പിള്ളേരുടെ ശരീരം നോക്കണമെന്നല്ല ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ വേർതിരിച്ച് ഡോക്ടർ പറയാത്തതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ച് അങ്ങനെ നോക്കിയതാണ്. ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. സത്യമല്ലേ? ചെയ്യൂലല്ലോ. ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല. സത്യം, നിന്നാണ് സത്യം. ഞങ്ങൾ വന്നത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാറേ, 10ാമത്തെ വിവാഹ വാർഷികം ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ വീട്ടിൽ ഗംഭീര സദ്യ ഒരുക്കിയായിരുന്നു. ഇന്ന് ഞാനും ഒന്നും നോക്കില്ല, ഞാനും ഇവിടെ കൂടെ അങ്ങ് അടുക്കളയിലോട്ട് അങ്ങ് കയറി മത്സരിച്ചാണ് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയത്. ഇവള് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ കീമ്പാർ ഉണ്ടാക്കും, ഇവര് പച്ചമോര് ഉണ്ടാക്കുമ്പോൾ ഞാൻ പഴുത്തമോരുണ്ടാക്കും. അങ്ങനെ മത്സരിച്ചാണ് ഗംഭീര സദ്യ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം വിട്ടുപോയത്. ഗംഭീര സദ്യ കഴിഞ്ഞാൽ എന്താണ്, നമ്മള് ഒരു അല്പം മധുരം കഴിക്കണ്ടേ? പായസം വേണം. പായസം വേണം. ഞാൻ വീട്ടിലെ ഒരു പാൽപ്പായസം ഉണ്ടാക്കി. നമുക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സദ്യ കൊണ്ടുവരാൻ പറ്റില്ല, എല്ലാം കൂടെ കൊണ്ടുവരണ്ടല്ലോ. അപ്പൊ എന്റെ സ്പെഷ്യൽ ആ പാൽപ്പായസം ഒന്ന് കഴിച്ചിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറയണം. ഉറപ്പായിട്ടും. കുഞ്ഞുമോനെ അതിന് കൊണ്ടുപോടാ. ഞാൻ അവിടെ വെച്ചോണ്ടിരിക്കായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല
നീ പറഞ്ഞില്ലല്ലോ, സാറുമാർ പറയട്ടെ. കൊള്ളാട്ടോ. എങ്ങനെയാ സാറേ? അല്ല മധുരമൊക്കെ ഉണ്ട് പായസം ചെയ്തു. നല്ലതാണ്. എന്തായാലും നിങ്ങൾ ഈ വ്യത്യസ്ത സ്വഭാവം വെച്ചിട്ട് 10 കൊല്ലം കണ്ടിന്യൂ ചെയ്ത് ഓർക്കുമ്പോ അവരും നിനക്ക് അതെ അതെ ഞാനാണ് സാർ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ എന്തായാലും സംഗതി ഇഷ്ടപ്പെട്ടോ സാറേ? പിന്നെ കണ്ടോടി, ഇതാണ് ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത്. കൈപ്പുണ്യം എന്റെ കൈപ്പുണ്യം അംഗീകരിച്ചു. നിനക്ക് മാത്രമേ ഉള്ളൂ എന്നെ ഒരു വിലയില്ലാത്ത. അതെ അതവിടെ നിക്കട്ടെ. ചേട്ടൻ പാൽപ്പായസം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി. എന്താന്നറിയോ? പഞ്ചാമൃതം. നിങ്ങൾക്കത് പഞ്ചാമൃതമായിട്ടൊക്കെ തോന്നും. ഞാൻ ഉണ്ടാക്കിയത് വേറൊരു സാധനമാണ് സാറേ. പക്ഷെ അതുണ്ടാക്കി അതങ്ങോട്ട് പ്ലേറ്റ് നമ്മുടെ ആളുകൾക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഈ പാൽപ്പായസം അങ്ങോട്ട് ആളുകൾ മാറ്റി. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനം ആളുകൾ കഴിച്ചത് എന്തോന്നറിയോ? സാലഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് ധർമ്മൻ ചേട്ടാ? എങ്ങനെയുണ്ട്? കൊള്ളാലോ. കൊള്ളാല്ലേ? ജോൺ സാർ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കണ്ട് പഠിക്ക്. അല്ല, ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് അതറിയണം. ഏറ്റവും നല്ല ഏതാണ്? ഞാൻ അടുത്ത വെഡിങ് ആനിവേഴ്സറി നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് രണ്ടും നല്ല. സാർ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു അത്. കാരണം നമ്മൾ വഴക്കിടാതെ ജീവിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് അല്ലേ സാറേ? അതെ അതെ. ഞങ്ങൾ ഇനി വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല സാറേ. ഓക്കെ, അല്ലെ പോവാ. കൊടുത്തല്ലോ. അല്ല, ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഈ 10 മിനിറ്റ് അവര് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. അവര് ഇല്ല നിക്കുന്നേ. ഇല്ലേ, നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കൊടുക്കുക. നിക്കണ ഒരു അത് കഴിച്ചു. ഒരു 10 മിനിറ്റ് റിസൾട്ട് വരട്ടെ. എന്ത് റിസൾട്ട്? ഏതാ നല്ലതെന്നുള്ള റിസൾട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. എന്താ പല ആന്റിജൻ ടെസ്റ്റ് 10 മിനിറ്റ് റിസൾട്ട്. എന്താ പൊന്ന് സാറേ, ഒരു സംഭവം അറിയാവോ? ഇവിടെ എന്തോ പഞ്ചാമൃതം എന്തോ അതിന്റെ പേര്? ഫ്രൂട്ട് സാലഡ്. ഇവിടെ ഉണ്ടാക്കിയ ഫ്രൂട്ട് സാലഡ് കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ബാത്റൂമിൽ ഒന്ന് പോയതാ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇറങ്ങി വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് പോകാവുന്ന. ആളുകൾ ആദ്യം ഏതാ കഴിച്ചത്? ആദ്യം നിന്റെ ഫ്രൂട്ട് സാലഡ് അല്ല, പാൽപ്പായസം കഴിച്ചത്. ഞാൻ ആദ്യം പാൽപ്പായസം കഴിച്ചത്. അല്ല, ആണ്. fruit salad ആണ് എന്നിട്ട് ഞാൻ ബാത്റൂമിൽ ഇറങ്ങാനായിട്ട് എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല. നീ ഫ്രൂട്ട് സലാഡ് കാണിച്ചത് നീ ഇപ്പൊ കണ്ടോ? കണ്ടോ ഏത് കഴിച്ചിട്ടാണ് സംഭവിക്കണത് നമുക്ക് അറിയാം. അവര് പറയട്ടെ. ഞാനും അതിന് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കാം. അത് ഞാനിത് കൊണ്ടുവയ്ക്കാം. കൊണ്ടുവെക്കാം. ഞാനിപ്പോ ശാലം കഴിച്ചായിരുന്നു. ശാലം കഴിച്ചു. അപ്പൊ നീ ഹലോ, എന്തോ ഷോർട്ട് ബ്രേക്ക്. ഷോർട്ട് ബ്രേക്കാ? അല്ല, അത് അവിടെ പറയണ്ടത്. അത് ഗോപിയെ പറയണ്ടത്. അല്ല ഗോപി പറയല്ലേ? 10 മിനിറ്റ്. റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന് പാൽപ്പായസത്തിലാണ്. അല്ലല്ല, ഫ്രൂട്ട് സലാഡിലാണ്. ഫ്രൂട്ട് സലാഡിലാണ്. ഇല്ല പാൽപ്പായസത്തിലാണ്. ഫ്രൂട്ട് സലാഡിലാണ്. എല്ലാവർക്കും ബ്രേക്ക് വേണം അല്ലെ? ഷോർട്ട് ബ്രേക്ക് പ്ലീസ്. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റ് ആയ താര വിളയാട്ടമാണ്. നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്നത് ഒരുപാട് മെലഡി സോങ്സ്, അതും പല ശബ്ദത്തിൽ പാടി നമ്മളെല്ലാവരെയും എന്റർടൈൻ ചെയ്ത് അരുൺ ഗിന്നസ് വീണ്ടും ഈ വേദിയിലേക്ക് വരികയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം അരുൺ ഗിന്നസ്. വെൽക്കം ബാക്ക്. അപ്പൊ ഇത്തവണയും നമുക്ക് വേണ്ടിട്ട് ഒരുപാട് പാട്ടുകളുമായിട്ടാണോ വന്നിരിക്കുന്നത്? ഒരുപാട് പാട്ടല്ല, ഒരു പാട്ടാണ്. ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മെരഡോൾന എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഗാനമാണ്. ഇത് പാടിയിരിക്കുന്ന ശ്രേയ ഘോഷലും MG ശ്രീകുമാർ സാറാണ്. ഈ പാട്ട് എൻ്റെ തന്നെ മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും പാടാനുള്ള ശ്രമമാണ്. നമുക്ക് പെർഫോമൻസ് കാണാം, എന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം അല്ലേ? ഓക്കെ.
അടിപൊളിടാ. ജോണി സർ, ഞാൻ അവിടെ തന്നെ തുടങ്ങാം. How was this? ഞാൻ ആ ഭരതത്തിൽ ചോദിക്കുന്നവർ ചോദിക്കാനാ, ഇനിയെങ്കിലും നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞൂടെ? അരുണെ നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് നമുക്കൊന്ന് ABCD അറിയാത്ത കാര്യമാണ്. അത്ഭുതപ്പെട്ടു പോയി. പ്രത്യേകിച്ച് അത് സ്പീഡായിട്ട് ക്ലാസിക്കൽ. പിന്നെ അതിന് വേറൊരു കാര്യം, ഇവിടെ വരുമ്പോൾ ഈ തയ്യാറെടുത്ത് വരുന്നതിൻ്റെ ഒരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. നമുക്ക് കാണുന്നവർക്കും അത് വലിയ കാര്യം. ഒരു മത്സരം നല്ല ലോകര് കാണുന്ന ഒരു വേദിയിലേക്ക് അത്ര ഡെഡിക്കേഷനോടെ വരുന്നു. അതിനൊരു സല്യൂട്ട്. താങ്ക് യു. താങ്ക് യു സാർ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതിന് സാധിക്കട്ടെ. ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാ വേദികളിലും സിനിമയിൽ പോലും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള കാലിബർ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you. ധർമ്മൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ സംഗീതത്തെ കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ല. സംഗീതം അറിയാവുന്ന ആള് എന്നെ ആർഷിക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേർക്കും സംഗീതത്തിന്റെ ABCD അറിയാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ അരുണിന്റെ കഴിവിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഞാൻ അരുണായിട്ട് ഇഷ്ടംപോലെ സ്റ്റേജുകൾ കളിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അരുണിന്റെ കഴിവുകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഭയങ്കര ഞെട്ടിച്ച് കളഞ്ഞു. താങ്ക് യു. സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു. നാദിക, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഒരുമിച്ച് സ്റ്റേജിൽ ഷോസിന് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇത്രയും വർഷമായിട്ട് എനിക്ക് ഒരുമിച്ച് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പോലും എന്നെ ഇവിടെ വെച്ചിട്ട് അത്ഭുതപ്പെടുത്തിയെന്ന് അത് ഒരുപാട് സന്തോഷമുണ്ട്. ഓ മഗസനി ധനി സഗ മഗസനി ധനി സഗ മ ഗ മ ഗ സനിധ മഗ ധനി സനിധ മഗ മ ധനി സ. അരുണേ, എനിക്കൊരാഗ്രഹമുണ്ട്. ആ. ആ വിനീതിന്റെ സൗണ്ട് ഒന്ന് പാടും. ഓ, തീർച്ചയായിട്ടും. കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് നാദിക തന്നെ തരും. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ലണ്ടൻ ക്ലാസിക് തരുന്ന ഗിഫ്റ്റ്. അപ്പോ താരവിളയാട്ടം കഴിഞ്ഞു. ഒരു ഷോർട്ട് ബ്രേക്കിൽ നമുക്ക് തിരിച്ചു വരാം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനിയൊരു സ്കിറ്റ്. എന്തിനാണ് ഈ പട്ടിക്ക് അങ്ങനെയൊക്കെ എടുത്തോണ്ട് വന്നത്? ഞാൻ ഇത് വെച്ച് അവനെ അടിക്കാൻ. ഞാൻ നോക്കാം. ഇവിടെ പാമ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പാമ്പുണ്ട്, ചീറ്റുന്ന കേട്ടു. പാമ്പ് ചീറ്റല്ലെന്ന്. പാമ്പില്ലെന്ന് ഞാൻ ഇങ്ങനെ കാണിച്ച. പാമ്പില്ലായിരുന്ന പാമ്പല്ലെന്ന് ഞാൻ ഷൂന്ന് കാണിച്ച. അത് പറയണ്ടേ? അതാണ് ഇവന് വായിൽ വിരലിട്ടുണ്ട് കാണണമെന്ന് കാണിച്ചോണ്ടത്. അണ്ണാ പെയ്യെ പെയ്യെ പറ, അവ ഇറങ്ങി ഓടും. ഇല്ലെന്ന്. അവനെ വന്നു കഴിഞ്ഞാൽ കൊല്ലണം അഥവാ തട്ടണം. അണ്ണാ കൊല്ലനാണോ തട്ടാനാണോ? ആശാരി നിന്നോട് എന്നടാ ഈ പറഞ്ഞത്? ഇതല്ലേ നിന്നോട് പറഞ്ഞോണ്ടിരുന്നത്? അവനെ കൊല്ലാനല്ലേ? ആ കൊല്ലാനാ വന്ന്. ഞാൻ ready ആണ്. വെട്ടി അരിഞ്ഞു കൊന്നോണം. തീർത്തേക്കാം. അത്രേ ഉള്ളൂ. ടൂൾസ് എടുക്കണം. അവനെ എടുത്ത് വെച്ചിട്ടുണ്ടോ? എന്നാ പറ്റി? പൊളന്നുപോയി. പൊളന്നുപോയോ? പൊളന്നുപോയി. ഈ തെലുങ്ക് സിനിമയിലൊക്കെ ഇങ്ങനല്ലേ വാളെടുക്കണം, അതുകൊണ്ട് ഞാൻ എടുത്ത. ഞാൻ ആലോചിക്കുമായിരുന്നു ഇവന് ഈ വാള് ഇടുപ്പിലങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ആകപ്പാട് വിഷയമായി ആശുപത്രി കൊണ്ട് ഓടേണ്ട ഗതി വന്നേനല്ലോ. ഈ ആവശ്യമില്ല. പോയാലോ? പിന്നെ ആശുപത്രി പോവല്ലേ ഈ സമയത്ത്? എന്റെ മുതു പൊളന്നു തോന്നുന്നു. ആ മുറി മുടങ്ങ ഞാൻ പിന്നെ ശരിയാക്കാം. പോടാ അവിടുന്ന്. അണ്ണ പ്ലാൻ പറ. അണ്ണന്റെ പ്ലാൻ പറ. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഇരിക്കാം. നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയിരിക്കണം. ശരിയാ. അണ്ണന്റെ പൈൽസിന്റെ ഓപ്പറേഷൻ പോലെ ഫെയിൽ ആവരുത്. പൈൽസ് എന്ന് പറയല്ലേ. പൈൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ബാത്റൂമിൽ പോകാൻ മുട്ടും. അർഷസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടാവും ബാത്റൂമിൽ പോകാൻ മുട്ടും. അല്ല ഞാൻ പറഞ്ഞ അതേപോലെ ഇത് പരാജയമാവരുത്. അല്ല ബാത്റൂം ഉണ്ട് ഇവിടെ. ഇവിടെ ബാത്റൂം ഉണ്ടാവും. എടാ നമ്മൾ ബാത്റൂമിൽ പോകാൻ വന്നതാണോ? പിന്നെ കൊല്ലം വന്നതല്ലേ.
അവന് കിട്ടിയ കൊന്നോക്കണം കൊന്നേക്കൊണ്ടോ കേട്ടോ. ഓക്കെ റെഡി ഞങ്ങളൊക്കെ എവിടൊക്കെ നിക്കണോന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് മാറിക്ക്, നീ അടുക്കള ഭാഗത്തേക്ക് മാറി, നീ ഇതെങ്ങോട്ട് മാറിക്ക്. നീ അടുക്കള ഭാഗത്തേക്ക് കണ്ട അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണമാണെങ്കിൽ അടിച്ചു മാറ്റും, അത് പ്രശ്നമാവും. നീ അവിടെ നിന്ന് അണ്ണാ ഞങ്ങൾ എല്ലാരും വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടല്ലോ. എന്നാ ഞാൻ ഞങ്ങൾ വിളിച്ച് 1 2 3 4 5 6 കാറ്റ് കളിക്കണ കാറ്റ് കളിക്കാൻ വന്നല്ലോ. അണ്ണാ ഞാനവിടെ നിക്കത്തില്ല, അവിടെ ഒരു പട്ടിയെ കെട്ടിട്ടേക്കുന്നു. ഈ കില്ലപ്പട്ടിനെ കണ്ടിട്ടാണോ നിനക്ക് ഈ പ്രശ്നം? എടാ ഗുണ്ടയായി കഴിഞ്ഞാൽ ധൈര്യമാണ്, നീ എന്നെ കണ്ടുപിടി. ഞാൻ രക്തം കണ്ട് അർപ്പം അറിയവനാ, അറിയാമോ? അണ്ണൻ കോഴിക്കടയിലായിരുന്നടാ, എന്നും കോഴിയെ കൊല്ലുമല്ലോ, അപ്പൊ ചോര കാണും. എന്റെ സുഹൃത്തുക്കളൊന്നും ഓർക്കിയല്ല, എനിക്ക് കണ്ണി ചോരയില്ലാത്ത വെട്ടി തെരത്തി കളയും ഞാൻ. മാതളം മേടിച്ച് ഞാൻ ചോരയോട്ടം ഉണ്ടാവും. അല്ല അയൻകുളി വെച്ചാണ്, അയൻകുളിയാ അല്ല അത് മാറി കിട്ടും. ഇങ്ങനെ അല്ല മാതളം ആ കണ്ണിൽ ചോര അല്ലെ ചോര രക്തം ഉണ്ടാവും അയൻകുളി കഴിച്ചാ. എന്നാ പറഞ്ഞ മനസ്സിലാക്കും. എടാ നിങ്ങൾ പോയി ഒളിക്കണം. ഞങ്ങൾ എന്തിനാ ഒളിക്കും? നമ്മളവനെ കൊല്ലാൻ വന്നേ, അവൻ വേണ്ട നമ്മളെ കണ്ടാ ഒളിക്കാൻ. ഇല്ലെന്ന് ഞാൻ ബെല്ലടിക്കുമ്പോ അവൻ ഇറങ്ങി വരും. അപ്പൊ നമ്മള് ഓക്കെ ഞാൻ ഈ ആ ഭാഗത്ത് ഇറങ്ങണമെങ്കിൽ നീ അവിടെ വെച്ച് വെട്ടിക്കോ. ഈ ഭാഗത്ത് ഞാൻ ഏറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വീട് നമ്മൾ വളഞ്ഞിരിക്കുകയാണല്ലേ? വളഞ്ഞിരിക്കുക. ഈ വീട് വളഞ്ഞല്ല പൊളിഞ്ഞിരിക്കടാ, അത് പൊളിഞ്ഞിരിക്കല്ലേ. പിന്നെ പഞ്ചായത്തിന് മെയിൻ്റെനൻസിന് കൊടുത്താൽ കിട്ടുമല്ലോ. ഷെറഫക്കല്ലേ, ഷെറഫക്ക വീട് പണി മൊത്തത്തിൽ ഏറ്റെടുക്കും. നമുക്ക് ഷെറഫക്ക വിളിച്ചത് ആണല്ലേ? എന്നാ പെരവാസത്തിലും കഴിഞ്ഞ എന്റെ താക്കോലും മേടിച്ചോണ്ടങ്ങ് പോയാലോ നമുക്ക്. നമ്മൾ എന്തിനാ വന്നത്? ആ അണ്ണൻ ധൈര്യമായിട്ട് ഒട്ടിക്കും. കോളിംബെൽ അടിച്ചോ, അടിച്ചോട്ടെ. ഞാൻ ബെല്ലടിച്ചോ. ബെല്ലടിക്കണ്ണ, ധൈര്യമായിട്ട് അടിച്ചോ, അടിച്ചോ. അയ്യോ അമ്മേ, അയ്യോ. അയ്യോ അടിപൊളി സാധനം കേട്ടോ, നല്ല കോളിംബെല്ല്. ടെക്നോളജി ശബ്ദമല്ലേ? നല്ല കൊള്ളാം. ഇതുപോലെ ഒരെണ്ണം എന്റെ വീട്ടിൽ മേടിച്ചോ. ഒന്ന് അടിയാ, കൊള്ളാം, നല്ല കൊള്ളാം സൗണ്ട്. അയ്യോ അമ്മേ, അയ്യോ. സൂപ്പർ സാധനം കോളിംബെല്ല്. ആളുണ്ടാകത്ത് ആളുണ്ടോ? നെടലി ഞാൻ കണ്ടതാ കേട്ടോ. വേണോ നോക്കട്ടെ, ആണെങ്കിൽ ഇറങ്ങി വരുമ്പോ കേറ്റിക്കോണം. കേറ്റിക്കോ. അണ്ണൻ കുത്ത് ഞാൻ പെട്ടും. ഓക്കെ. എന്ത് പറ്റി നിങ്ങളെ? എല്ലാം പറ്റിയതാ. ഒരു പെണ്ണ് നിന്ന് നിലവിളിക്കാനായിട്ട് എന്താന്ന് മനസ്സിലായില്ലോടോ? അപ്പൊ നിങ്ങളുടെ ഭർത്താവിന്റെ ഭർത്താവില്ല. അയ്യോ ഭർത്താവില്ലാതെ അങ്ങനെ ഗർഭിണിയാവും. ഭർത്താവ് ഉള്ളിടത്ത് പോയിട്ടുണ്ടാവും. ഭർത്താവ് ഇവിടെ ഇല്ലാന്ന്. അയ്യോ ഉള്ളടത്ത് പോയി ഗർഭിണിയായി കാണും, അതാണ് പറയണത്. ഇപ്പൊ ആരുമില്ലേ? ആശുപത്രിയിലാക്ക്, ഞാൻ ഇപ്പൊ പ്രസവിക്കും. എന്റെ പൊന്നു കുഞ്ഞ്, അണ്ണൻ ഇങ്ങ് വന്നേ അണ്ണാ. പെട്ടല്ല അണ്ണാ, ഇവിടെ വേറെ ആരും ഇല്ലേ? ഇവിടെ വേറെ ആരും ചോദിച്ചേ. ഇവിടെ വേറെ ആരും ഇല്ലേ? സ്വന്തക്കാരൊന്നും ഇല്ലേ? ഇവിടെ ആരുമില്ല, ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്ക്, ഞാൻ പ്രസവിക്കും. ഞങ്ങളിവിടെ കല്യാണം വിളിക്കാനായിട്ട് വന്നതല്ലേ? അതെ, ഞങ്ങൾ കല്യാണം വിളിക്കാൻ വന്നതായിരുന്നു. അയ്യോ, അപ്പോൾ നിങ്ങൾ ആരായാലും ഗർഭിണി. ഇപ്പൊ നിങ്ങൾ എനിക്ക് ദൈവദൂതനെ പോലെയാ, ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്ക്. അയ്യോ കുറച്ച് മുമ്പ് ഭർത്താവിന്റെ കാലിനായിട്ട് വന്ന ആളാ. പതുക്കെ പറയണ, ഇവിടെ നിന്ന് പ്രസവിക്കാൻ പെണ്ണുമ്പോൾ അത് കേട്ടോ. പെങ്ങളവിടെ ഇരുന്നോ? അല്ല ഇപ്പൊ എന്ത് ചെയ്യും അണ്ണാ? അണ്ണ അണ്ണൊരു കാര്യം ചെയ്യും, അണ്ണ ഈ പ്രസവം കെട്, അണ്ണ പ്രസവം കെട്. പ്രസവം എടുക്കാൻ ഞാനോ? ഇവിടെ ഞാൻ വല്ലവരെ കുത്തി കുടലെടുക്കും, പക്ഷെ പ്രസവം ഞാൻ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അണ പ്രസവം എടുക്കുന്ന വലിയ പാടൊന്നുമില്ല അണ്ണാ, നിസാര പണി അങ്ങോട്ട് ചെല്ലം എടുക്കുക പോരുവാ. നിസാര പണിയോ? എന്തൊരു സിനിമയ്ക്കകത്ത് യന്ത്രം വരെ ഗർഭം എടുത്തേക്കും, പിന്നെ അണ്ണൻ എടുത്തൂടെ? എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചോര കണ്ട ഛർദ്ദിൽ വരും. അയ്യോ അമ്മേ, അയ്യോ. വേറെ എന്താ പരിപാടി? അണ്ണ നിസാര, അണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് അണ്ണ ATM-ലേക്ക് കയറിയിട്ടില്ല, പിന്നെന്താ? ATM-ൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നിസാറുള്ള പരിപാടി ഉള്ളതൊക്കെ. ഇവിടെ നീ അല്ലടാ പറഞ്ഞ പ്രസവം എടുക്കണേ, ഞാൻ ആരാടാ? അണ്ണ അയ്യോ. പിടിച്ചോ. അണ്ണാ മറ്റേ വാക്ക് ക്ലീനറില്ലേ, അത് വെച്ച് പിടിക്കാം നമുക്ക്. പകുളിയിരുന്നോ? വാക്ക് ക്ലീനർ പിടിച്ചോ, എന്നെ പിടിച്ചോ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് നോക്കിക്കടാ. ഇതെന്നാ കഥകളിയോ? ഇങ്ങോട്ട് മാറുന്നു. എനിക്കറിയത്തില്ല പ്രസവം എടുക്കാൻ. എങ്ങനെയെങ്കിലും അങ്ങോട്ട് കിടത്തിട്ട് പ്രസവം അങ്ങ് ഇടണം. അവര് പ്രസവം കണ്ടിട്ട് ഇപ്പൊ എന്തോ ചെയ്യാനാണ്? ഒരു കാര്യം ചെയ്ത് ഇവരെ കൊണ്ട് നമുക്ക് ആശുപത്രി പോയാലോ? ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേ പറ്റൂ. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് വയ്യ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലാക്ക്. നമുക്ക് ഡോക്ടറെ വിളിച്ചാലോ? ഡോക്ടറെ വിളിക്കാതെ വീശിക്കൂടെ എന്നാ? പുറത്തെന്റെ പിന്നീടൊരടിയത്. കിടത്തിപ്പോ എന്ത് ചെയ്യാനടങ്ങി ഒരു കേസിനകത്ത് പെട്ടും പോയല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ? അത് നടക്കൂല. അതിനാ ബൈക്കിലകത്ത് എങ്ങനെ ഒരു ഗർഭിണിയെ കൊണ്ടുപോണത്? അതാണ് ആകെ 2 വീലറല്ലേ ഉള്ളൂ, അതിനകത്ത് പെട്രോളും ഇല്ല. അയ്യോ
ആ കൊച്ചു കിടന്ന് എടാ, കരയുന്നു. ഡോക്ടറെ വിളിക്കാൻ ആരെങ്കിലും പോയിട്ട്. ചെയ്യ്. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരട്ടോ. രണ്ടുപേരും ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ഇന്ന് ആരെ പോലും ഞാൻ കണി കണ്ടത്? അണ്ണൻ ആരാ കടി കണ്ടത്? പ്രദീപനെ. പ്രദീപിനെ? ആ. ആ, പിന്നെ അത് തന്നെ. ആ? പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ കണ്ട പോക്കാ, ഒരു ദിവസം പോക്കാ. ഇന്ന് അവന്റെ വീട്ടിൽ ചെന്ന് അവനെ ഞാൻ കുത്തും. അണ്ണൻ കുത്തണതിന് മുമ്പ് വിളിച്ച് ചോദിക്കണം അവന്റെ ഭാര്യ ഗർഭിണിയാണോ എന്ന്. അയ്യോ ഇല്ല, ആ പേരോട് നമ്മൾ എടുക്കേണ്ടി വരും. അയ്യോ, ഇനി വീട്ടിൽ കയറിയുള്ള പൊട്ടാഷം നിർത്തി. ആ അതെ വന്നോട്ടെ, ഡോക്ടർ, ഡോക്ടർ. ചോദിക്കണ. പ്രസവം എടുക്കാൻ അറിയാവോ? ഇത് മാറ്റാൻ പറ. എടാ ഒന്ന് മാറ്റിക്കേ. മാറ്റ്. അറിയാണ്ട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ തലയാട്ടി കഴിഞ്ഞാൽ എന്റെ കൊരവള്ളി പൊട്ടി പോകത്തില്ലേ സുഹൃത്ത്? അറിയാം. അറിയാലോ. രാവത്തോണ്ടോ പൊക്കോ പൊക്കോ. അകത്തൊരു പ്രശ്നം. ആ, ഇനി വാള് വേണ്ട. ആ, കേറി, കേറി. നീയൊക്കെ എന്നടാ പോയി താമസിച്ചേ? താമസിച്ചതോ? അണ്ണാ അവിടെ ഉള്ള എല്ലാം പ്രായം കൂടിയത്. ഇങ്ങനെ നല്ല പൊക്കുമ്പോ നല്ലൊരു കാര്യത്തിനെ പോക്കണ്ട്. അത് കൊള്ളാം, അടിപൊളി. നമ്മളിവിടെ ഇരിക്കുകയല്ലേ. ഞാൻ അതിനായിട്ട് വന്നതാണോ അല്ലേ? നല്ല ഇതെന്താ കയ്യിലെന്താ? ഇതെന്നാ സ്നഗിയൊക്കെ? രണ്ട് സ്നാഗി മേടിച്ചിട്ടുണ്ട്. അതെന്തിനാ? കൊച്ചിനാണോ? കൊച്ചിനല്ല, അണ്ണന്. അണ്ണൻ ഇവിടെ പേടിച്ച് വരണ്ടിരിക്കില്ല. എന്തെങ്കിലും കാര്യം സാധിച്ചാൽ നമ്മൾ തന്നെ കിടന്ന് പണി നടത്തണ്ടേ. എന്നാ രണ്ടെണ്ണം വെച്ചോ. എനിക്ക് വേണ്ട. അണ്ണൻ ഞാൻ ഞാൻ ദൈവത്തോർത്ത് സ്നേഹം കൊണ്ട് അണ്ണൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്റെ വീട്ടിൽ വന്ന് കയറലും ഞാൻ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. അതിനാ നിന്റെ വീട്ടിൽ വന്നാ? എരുത്തിലൊരു ക്രാവ് ഇപ്പുണ്ട്, അതങ്ങനെ പെറ്റുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അണ്ണന്റെ അത്രയും നല്ല കാലാ. ശരിയാ, ഇവിടെ കാലുകുത്തിയപ്പോ പെണ്ണ് പെറ്റ്. അണ്ണൻ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ? എടി ഈ ഞാനുമായിട്ടും ബന്ധമില്ലെന്ന്. ഞാൻ ആദ്യമായിട്ടല്ലടാ ഇവിടെ വന്നെ. നമ്മൾ ഒന്നിച്ചല്ലടാ ആത്മാർ സുഹൃത്തെന്ന് പറഞ്ഞിട്ട് സുഹൃത്ത്. അവനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന അവൻ എന്നെ ചതിച്ചു. 6 വർഷം ഞാൻ ജയിലിൽ പോയതാ. അതാ പറഞ്ഞ അവനെ ഇവിടെ ഇട്ട് വെട്ടാൻ വന്നേക്കണ ഞാൻ. അതുകൊണ്ടല്ലേ നിങ്ങളെ വിളിച്ചോളൂ. അതെ, പേഷ്യന്റിന്റെ ഭർത്താവ് ആരാണ്? അണ്ണനാണ്. അണ്ണാണേ, അണ്ണേ. അല്ല, ഭർത്താവല്ല, ഭർത്താവിന്റെ സ്ഥാനത്ത് ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അണ്ണനാണ്. പേഷ്യന്റിന് പെയിൻ വന്നും പോയിരിക്കുകയാണ്. അത് ശരി. പേഷ്യന്റ് ഗർഭപാത്രം എന്നാ ദുബായ് എയർപോർട്ടോ പ്ലെയിൻ വന്നും പോയിക്കാൻ? അയ്യോ, പെയിൻ. പേരാണെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളല്ലേ, എന്തെങ്കിലും കുറ്റം പറഞ്ഞ അത് ഊരിയെടുക്കാൻ നോക്കാം. ശരിയാ. പെയിൻ, വേദന, പ്രസവ വേദന വന്നും പോയിരിക്കുകയാണ്. അതെ, പ്രസവവേദന ഉണ്ടായതുകൊണ്ടാണല്ലോ നിങ്ങളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളത് മാറ്റിയെടുക്കണം. ബ്ലഡ് വേണം. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഒന്നും ഇവിടെ ഇല്ല. ഓപ്പോസിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കയ്യിലുണ്ടോ? ഞാൻ എന്താ പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയുള്ളൂ. ഓപ്പോസിറ്റ് വേണം അല്ലേ? ഞാൻ ഓപ്പോസിറ്റ് പറയുന്ന പറഞ്ഞ ഓ പോസിറ്റീവ് അല്ല, എന്റെ ഓ നെഗറ്റീവാ. എന്തായാലും ബ്ലഡ് ഞങ്ങൾ സംഘടിപ്പിക്കാം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയോ. എന്റെ ദൈവമേ. എക്സ്ക്യൂസ് മീ. അതെ, ഇച്ചിരി ക്രിട്ടിക്കലാണ്. അപ്പൊ ആരെങ്കിലും ഈ എഗ്രിമെന്റിൽ ഒന്ന് സൈൻ ചെയ്യണം. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ എന്താ സ്റ്റേജ് പരിപാടി വല്ലതും ആണോ? പ്രോഗ്രാം ആണോ? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മാത്രമേ ഈ കാര്യം, അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തം മൊത്തം ഞാൻ ഏൽക്കേണ്ടി വരും. അണ്ണ ഇട്ടോട്. നിസാര കാര്യമല്ല ഇത്. അണ്ണാ ഒപ്പിടണ്ണ. അണ്ണന്റെ ഒപ്പം ഒരു മുള്ളുവേലിയാണല്ലോ, അതങ്ങട്ട് മുള്ളുവരിയാ. നീ 7 ഒപ്പം കുരിശ് മാറ്റി വരച്ചല്ലേ പ്രാവശ്യം. ഫോൺ വരുന്ന ആര് കിടന്ന് വിളിക്കുന്നേ? ഇതിനിടയിൽ കിടന്ന് ഫോണും കാര്യങ്ങളും ആയിട്ട് വന്ന് ടെൻഷൻ അടിച്ച് മനുഷ്യൻ. അവള് ആര്? എടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് എൻഗേജ്മെന്റിന് കഴിഞ്ഞിരിക്കുമല്ലേ, അവളാ വിളിച്ചത്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേര്, തിരക്കാന്ന് പറഞ്ഞു. നീ എടുത്ത് കാര്യം പറഞ്ഞോളൂ. ഹലോ. ആ അണ്ണ ഒരു പ്രസവം എടുത്തോണ്ടിരിക്കുക. ആ അത്യാവശ്യം അണ്ണന് കയ്യെത്താൻ പറ്റിപ്പോയി. ഇപ്പൊ ഞാൻ ചെയ്യാനും. ശരി, കൊടുക്കാം. അതുകൊണ്ട് പിന്നെ വിളിക്കുവാണ് കേട്ടോ. അണ്ണ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം കാര്യം നോക്കിയിട്ട് വിളിക്കും. ഹലോ. ആ, ഇതിനൊരു തീരുമാനമായി. അതെ, ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരണേ. ഒരു തുണ്ട് തരാം. മൊബൈലിൽ അയച്ചാ മതിയെ. ബ്ലൂടൂത്തിൽ അയക്കോ? എന്ത് ചെയ്യട ഈ പറയണേ കുഞ്ഞേ? ഹലോ. എന്ത്? ഡോക്ടറുടെ തുണ്ട്. ഇത് വേഗം പോയി വാങ്ങിക്കൊണ്ടു വാ. ഇത് മേടിച്ച് കയ്യിൽ വെച്ചേക്കല്ലേ, ഇനി എവിടെ പോയി മേടിക്കാനാ? അതല്ല, ഇതിൽ എഴുതിയേക്കണ മരുന്ന് വേഗം പോയി വാങ്ങിക്കൊണ്ടു വാ. മരുന്ന് മേടിക്കാനാ? ഇപ്പൊ തൽക്കാലം ഇവിടെ ഉള്ളത് ഞങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം. പക്ഷെ ഇത് കഴിയുമ്പോഴേക്കും എളുപ്പം എത്തിക്കണേ. അല്ല, എന്റെ ഇതെല്ലാം വരുത്തി വെച്ചത് ഞങ്ങളാണോ? ഒരു 1000 രൂപ. അയ്യോ, 1000 രൂപ എവിടെ ഇരിക്കുന്ന? 1000 രൂപ നിന്റെ ഉണ്ടോ? എന്റെ മുതുവെട്ടി പൊളന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാത്ത മനുഷ്യനാ. എന്റെ തായന്റെ കട ചോദിക്കാൻ വന്നേക്കുന്നത്. ആണ് ഞങ്ങൾ വരുത്തി വെച്ചാണോ? അതെല്ലാം കണ്ണും വരുത്തിച്ചാണ്. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കല്യാണം ഈ മോതിരം കൊണ്ട പണയം വെച്ച് മരുന്ന് മേടിച്ചോണ്ടോ കേട്ടോ. എന്തായാലും ഇപ്പൊ എന്തോ ചെയ്യാനാ? ഇനിയിപ്പോ ഏത് സമയത്താണെന്ന് ഈ അണ്ണൻ്റെ കൂടെ കൊട്ടേഷൻ കയറി വരാൻ തോന്നിയത്? ഇരിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അണ്ണാ സ്നഗി ഇരിപ്പുണ്ടോ അതിനകത്ത്? ഡോക്ടർ എന്തായി ഡോക്ടർ? നോക്കാവോ അങ്ങോട്ട്? നോക്കടാ, അണ്ണന്റെ ടെൻഷൻ നോക്കണ്ട. എന്റെ ടെൻഷൻ കണ്ടിട്ട് ഇങ്ങനെ എന്തോ അണ്ണാ പ്രസവിച്ച് അതിന്
അതേ കണ്ണ്, അതേ മൂക്ക്, ആ ചുണ്ടിങ്ങനെ കോടി പിടിക്കണം, നേരെ പിടി അങ്ങോട്ട്. അതേ ചുണ്ട്. സത്യം പറ. ഒരു കാര്യം അപ്പൊ കൺഗ്രാചുലേഷൻ. എന്തിനു കൺഗ്രാചുലേഷൻ? എന്തായാലും കൃത്യസമയത്ത് തന്നെയാ ഞങ്ങളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. സംഭവിച്ചിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ആ സ്ത്രീക്ക്. എന്നെങ്കിൽ അമ്മയെ കിട്ടുള്ളൂ അതേ കുട്ടിയെ കിട്ടുള്ളായിരുന്നു. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടെന്ന്. അപ്പൊ അവര് പറഞ്ഞത് എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയാൽ മതി, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന്. അതാണ് ഒരു അമ്മയുടെ മനസ്സ്, അതാണ് അമ്മ എന്ന് പറയുന്ന പ്രതിഭാസം. ഇത്രയും നല്ല അമ്മമാര് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടും വൃദ്ധസദനത്തിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം. ഇനി നാളെ മുതൽ ഏതെങ്കിലും തള്ളമാരെ വൃത്തസ്ഥാനത്തിലാക്കുന്നവർക്കും എതിരെയായിരിക്കണം നമ്മുടെ കൊട്ടേഷൻ. പറഞ്ഞത് ആരായി പറഞ്ഞ ആദ്യം പോയി മതിയോ? ഇനി മേലെ അമ്മേനെ കൊണ്ട് വൃത്തസ്ഥാനത്തിലാക്കുക കേട്ടോടാ. നാളെ തന്നെ വിളിച്ചോണ്ട് വരണം. നാളെ വിളിച്ചോണ്ട് വരാം. അണ്ണാ, ആ സുരേഷ് വരുന്ന എന്റെ ഭാര്യ എവിടാ? എന്റെ ദൈവമേ എന്താ എന്ത് പറ്റിയത്? കൊല്ലണ്ടേ? ഇവൻ കൊല്ലാനാണ് നമ്മൾ വന്നത്. പക്ഷെ ഈ കൊച്ചിന്റെ മോൻ കണ്ടപ്പോ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല. നിന്റെ ഭാര്യ പ്രസവിച്ചതോണ്ടാ കുഞ്ഞ്. കുഞ്ഞ് സമാധാനമായി. അപ്പോഴേ നിന്നെ ഞങ്ങൾ കൊല്ലാൻ വന്നാ നിന്റെ പെണ്ണുമ്പിള്ളേനെയും ഭാര്യയും കണ്ടപ്പോഴേ പെണ്ണുമ്പിള്ളേ ഭാര്യ ഒന്നല്ലേ? തെറ്റിപ്പോയി. നിന്റെ ഭാര്യനെ ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അതങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ ഞങ്ങളങ്ങ് ഇറങ്ങുവാ കേട്ടോടാ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. നീ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. എന്തിന്? എന്റെ കൊച്ചിന്റെ നൂലുകെട്ടിന്. പിന്നെ വരുമ്പോ എന്റെ കൊച്ചിന് നല്ലൊരു പേരും തിരഞ്ഞെടുത്തോണ്ട് വേണം വരാൻ. എന്റെ ദൈവമേ, പ്രസവത്തിന് എന്റെ മോതിരം പണയം വെച്ചു. നൂലുകെട്ടത്തിന് ഞാൻ എന്ത് ചെലവ് ചെയ്യും? എന്ത് ഞാൻ പണയം വെക്കും ഇനി ഞാൻ? അണ്ണാ, നല്ലൊരു അരിഞ്ഞാണം കിടക്കുകയല്ലേ, അതെടുത്തങ്ങ് പണയം വെക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരും നിങ്ങൾക്ക് മുന്നിലേക്ക്. സോ വെയിറ്റ് ഫോർ us. അപ്പോൾ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Gopika, Lagire. Jewelry courtesy for Gopika, Planet Jewel.